റൗണ്ട് ഓഫ് 32-ൽ നമ്മളെ കാത്തിരിക്കുന്നത് പോർച്ചുഗൽ ക്രൊയേഷ്യ ത്രില്ലിംഗ് പോരാട്ടമാണ്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും നേർക്ക് നേർ വരികയാണ്. റയൽ മാഡ്രിഡിൽ ഒരുമിച്ച് കളിച്ച രണ്ട് ലെജൻഡറി താരങ്ങൾ നേർക്ക് നേർ വരുന്ന ഒരു കിടിലൻ പോരാട്ടം റൗണ്ട് ഓഫ് 32-ൽ തന്നെ നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ പോർച്ചുഗലിനെ കുറിച്ച് നോക്കാം. പോർച്ചുഗലിനെ സംബന്ധിച്ച് ഗ്രൂപ്പിൽ അവർ രണ്ടാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തത്. പോർച്ചുഗലിന്റെ ഗ്രൂപ്പിലെ മത്സരങ്ങളുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിജയം, 2 സമനില. മറുഭാഗത്ത് ക്രൊയേഷ്യ ആകട്ടെ ഗ്രൂപ്പിൽ അവരും രണ്ടാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തത്. അവര് ഒരു മത്സരം തോറ്റു. വേൾഡ് കപ്പ് അവർ തോറ്റുകൊണ്ടായിരുന്നു തുടങ്ങിയത്. അതിനുശേഷം 2 മത്സരങ്ങളും അവർ ജയിച്ചു. ആ ഒരു രീതിയിലാണ് ക്രൊയേഷ്യ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ളത്. പോർച്ചുഗൽ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തായത് ഒരു വിജയവും 2 സമനിലയും. മറുഭാഗത്ത് 2 വിജയവും 1 തോൽവി എന്ന നിലയിലാണ് രണ്ടാം സ്ഥാനക്കാരായിക്കൊണ്ട് 2 ടീമുകളും റൗണ്ട് ഓഫ് 32-ൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ നമുക്ക് പോർച്ചുഗലിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് പോർച്ചുഗലിന്റെ മത്സരങ്ങൾ 3 മത്സരം കണ്ട ആൾ എന്ന നിലയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. പോർച്ചുഗൽ ഫിസിക്കലി ഭയങ്കര ശോകമാണ്. നമ്മൾ കോങ്കോയ്ക്കെതിരെ കോങ്കോയുടെ ഡിഫൻസ് നന്നായിട്ട് ഫിസിക്കലി കളിക്കുന്ന നമ്മൾ കണ്ടു. അവിടെ പോർച്ചുഗലിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 6-ാം മിനിറ്റ് ഗോൾ നേടിയിട്ട് സമനില ഗോൾ വന്നു. അതിനുശേഷം അവർക്കൊരു ഗോൾ നേടി ജയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഇനി അതേസമയം കൊളംബിയക്കെതിരെ ഒരു കളിച്ച കളി വളരെ മോശം കളിയായിരുന്നു. ആ ഒരു ഗെയിമിൽ ഫിസിക്കലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതായത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഫിസിക്കൽ ഗെയിം പോർച്ചുഗലിന് നന്നായിട്ട് കളിക്കാൻ പറ്റത്തില്ല. ഫിസിക്കലി കളിക്കുന്ന ടീമിനെതിരെ പോർച്ചുഗൽ സ്ട്രഗിൾ ചെയ്യുകയാണ്. അത് ഞാൻ ഇതിനു മുമ്പും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ലോ ബ്ലോക്ക് ടീം, ഫിസിക്കലി കളിക്കുന്ന ടീം, ഈ 2 ടീമിനോടും പോർച്ചുഗൽ നന്നായിട്ട് വേർക്കും. പോർച്ചുഗലിന്റെ ഗെയിം പ്രോപ്പറായിട്ട് പോർച്ചുഗലിന് കളിക്കാനേ പറ്റത്തില്ല. അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോർച്ചുഗലിന് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പോർച്ചുഗലിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. കുറച്ച് വർഷങ്ങളായിട്ട് പോർച്ചുഗലിന്റെ മത്സരങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രൊയേഷ്യയെ സംബന്ധിച്ച് ക്രൊയേഷ്യ അവരുടെ ആദ്യത്തെ മത്സരം ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടുന്ന അതിന് ശേഷം കളിച്ച 2 മത്സരങ്ങളും ജയിച്ചു. എന്നാൽ പോലും ഒരു ടോപ്പ് ലെവൽ പെർഫോമൻസ് ഒന്നും നമ്മൾ ക്രൊയേഷ്യയുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല എന്നതാണ് റിയാലിറ്റി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ സെമി കളിച്ചിരുന്നു. അതിന് മുമ്പത്തെ വേൾഡ് കപ്പിൽ അവർ ഫൈനൽ കളിച്ചിരുന്നു. കഴിഞ്ഞ 2 വേൾഡ് കപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്ത ടീമാണ് ഈ ഒരു ക്രൊയേഷ്യ. ക്രൊയേഷ്യയുടെ ഗോൾഡൻ ജനറേഷന്റെ അവസാന കാലഘട്ടത്തിലൂടെയാണ് ക്രൊയേഷ്യ എന്ന രാജ്യം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലൂക്ക മോഡ്രിച്ചും പെരിസിച്ചും അടക്കം കുറെ കിഡിലൻ പ്ലേയേഴ്സ് അവർക്കുണ്ടായിരുന്നു 2018 വേൾഡ് കപ്പ്. അതിനുശേഷം കുറെ പ്ലേയേഴ്സ് അതിൽ നിന്ന് മാറി. ഇപ്പോൾ അതിലുള്ള കുറച്ച് പ്ലേയേഴ്സും പിന്നെ കുറച്ച് യുവതാരങ്ങളും പിന്നെ കുറച്ച് ചെറിയ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സും കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ച ജോസ്കോ ഗാർഡിയോള പോലത്തുള്ള ചില പ്ലേയേഴ്സും ഒക്കെ ആയിട്ടാണ് ക്രൊയേഷ്യ ഇത്തവണ വന്നിട്ടുള്ളത്. ആദ്യത്തെ മത്സരം ഇംഗ്ലണ്ടിനെതിരെ, ആ മത്സരം വളരെ മികച്ചൊരു മാച്ചായിരുന്നു. ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് മാച്ചായിരുന്നു ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം. 2-നെതിരെ 4 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് ജയിച്ച മത്സരം വേറെ ലെവൽ ഒരു ഗെയിം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കിഡിലൻ ഒരു എക്സ്പീരിയൻസ് ഇംഗ്ലണ്ടിന്റെ ഭാഗത്തായാലും ശരി ക്രൊയേഷ്യയുടെ ഭാഗത്തുനിന്നായാലും ശരി മികച്ച ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞൊരു മത്സരമായിരുന്നു അത്. അപ്പോൾ അതിനുശേഷമുള്ള 2 മത്സരവും ക്രൊയേഷ്യ ജയിച്ചു. അവർ ആ ഒരു രീതിയിൽ ഒരു വിന്നിങ് മെന്റാലിറ്റിയോടുകൂടി തന്നെയാണ് റൗണ്ട് ഓഫ് 32 വരുന്നത്. പോർച്ചുഗലിനേക്കാൾ മികച്ച ഒരു റെക്കോർഡ് ക്രൊയേഷ്യക്ക് കഴിഞ്ഞ ഒരു 2 വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ട്. അതാണ് റിയാലിറ്റി. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായി മാറാൻ പോകുന്ന ഒരു മൊമെന്റ് ആണ് ഈ ഒരു ക്രൊയേഷ്യ പോർച്ചുഗൽ മത്സരം എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഒരാൾ എന്തായാലും പുറത്താവും, അല്ലെ? ഒന്നില്ലെങ്കിൽ പോർച്ചുഗൽ പുറത്താവും, അല്ലെങ്കിൽ ക്രൊയേഷ്യ പുറത്താവും. ഏതെങ്കിലും ഒരു ടീം എന്തായാലും പുറത്തു പോകും. ഇപ്പോൾ പോർച്ചുഗൽ പുറത്താണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യന്റെ അവസാനത്തെ വേൾഡ് കപ്പ് ഒരു ഡിസാസ്റ്ററായി മാറും. ക്രൊയേഷ്യ പുറത്താവുകയാണെങ്കിൽ ലൂക്ക മോഡ്രിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ്. അപ്പോൾ ആളുടെ അവസാനത്തെ വേൾഡ് കപ്പ് അതും ഒരു ഡിസാസ്റ്ററായി മാറും. ലൂക്ക മോഡ്രിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ വേൾഡ് കപ്പ് കളിക്കുന്ന പ്ലേയേഴ്സ് മൊത്തം പ്ലേയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ആ ഒരു കപ്പിന് അർഹനായ പ്ലെയർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണും കൂട്ടി പറയും അത് ലൂക്ക മോഡ്രിച്ച് ആണ്. കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ ആളുടെ ആ ഒരു ചെറിയ രാജ്യത്തെ അങ്ങ് തൂക്കിക്കൊണ്ടു ഫൈനലും സെമിയും വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത്ര വലിയ നേട്ടം ആ ഒരു രാജ്യത്തിന് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല യൂറോയിലും മറ്റേ നാഷൻസ് ലീഗിലൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് അവർ നടത്തിയിട്ടുമുണ്ട്.
ഭാഗ്യമില്ല, ഒരു ട്രോഫി പോലും അവരുടെ ഒരു ഗോൾഡൻ ജനറേഷന് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ ഈ ഒരു മത്സരം ഉണ്ടല്ലോ, ഈ ഒരു ക്രൊയേഷ്യ പോർച്ചുഗൽ മത്സരം, അത് കുറച്ചുകൂടി അതായത് ഒരു പ്രീ ക്വാർട്ടർ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിലൊക്കെ വരേണ്ട ഒരു മാച്ചാണ്. പക്ഷെ റൗണ്ട് ഓഫ് 32 തന്നെ വരികയാണ്. അറിയാലോ, പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യം അവരുടെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ട ടീമായിരുന്നു. പക്ഷെ അവർ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിഞ്ഞത്. മറുഭാഗത്ത് ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് അവിടെ നമുക്ക് വിടാം. പക്ഷെ ഇവിടെ പോർച്ചുഗൽ 1-ാം സ്ഥാനത്ത് എന്തായാലും ഫിനിഷ് ചെയ്യേണ്ട ടീമായിരുന്നു. പക്ഷെ അവർ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള നോക്കൗട്ട് മത്സരങ്ങൾ ഓരോന്നായിട്ട് കഴിയുമ്പോഴും എല്ലാ ഫാൻസിനെ സംബന്ധിച്ചും സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ ലെജൻസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. മാനുവൽ ന്യൂയർ ആളിനി അടുത്ത വേൾഡ് കപ്പ് ഒന്നും കാണത്തില്ല, 40 വയസ്സിന് മേളിലായി. മാനുവൽ ന്യൂയർ ലെജൻഡാണ്. ആള് പോയി കഴിഞ്ഞ ജർമ്മനിയുടെ ഒരു എക്സിറ്റോട് കൂടി. പിന്നെ നെതർലാൻഡിന്റെ എക്സിറ്റോട് കൂടി വെർച്വൽ വാൻഡേക്കൊക്കെ റിട്ടയർഡ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും ക്ലിയർ ആയിട്ട് അറിയാൻ മേല. അപ്പൊ ആ രീതിയിൽ കുറെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെയും കുറെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജപ്പാന്റെ ആ ഒരു ഔട്ടായ സംഭവം, അത് എനിക്ക് സങ്കടകരമായിട്ടുള്ള സംഭവമാണ്. പക്ഷെ എന്താ ചെയ്യുക, ബ്രസീലുമായിട്ടാണ് പുറത്തായത്. ബ്രസീൽ വേണം, ബ്രസീൽ ഒരു സെമി വരെയെങ്കിലും പോകണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഫുട്ബോൾ ഫാൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫുട്ബോളിന്റെ ഒരു അടുത്ത സൈഡ് എന്നാണ് എനിക്ക് പറയാൻ പറ്റും. ഫുട്ബോൾ എന്നല്ല, ഏതൊരു സ്പോർട്ട് എടുത്തു കഴിഞ്ഞാലും ജയിക്കുക തോൽക്കുക അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. ഒരു ടീം ജയിക്കും തോൽക്കും. അപ്പോൾ അടുത്തൊരു സൈഡാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മത്സരം പോർച്ചുഗലിന് തന്നെയാണ് അഡ്വാൻറ്റേജ്. പോർച്ചുഗലിനെ സംബന്ധിച്ച് 10 മത്സരങ്ങൾ അവര് ഈ ഒരു ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ കളിച്ചിട്ടുണ്ട്. ആ 10 മത്സരങ്ങളിൽ 7 പോർച്ചുഗൽ ജയിച്ചിട്ടുണ്ട്, 2 സമനില, 1 ക്രൊയേഷ്യ ജയിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 5 മത്സരങ്ങൾ ക്രൊയേഷ്യക്കെതിരെ കളിച്ചു, അതിൽ 3 ജയിച്ചു, 1 സമനില, 1 തോൽവി എന്ന രീതിയിലാണ് പോകുന്നത്. അദ്ദേഹം 5 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു പോർച്ചുഗലിന് വേണ്ടി ക്രൊയേഷ്യക്കെതിരെ സ്കോർ ചെയ്തിട്ടുമുണ്ട്. പോർച്ചുഗലിനെ സംബന്ധിച്ച് വളരെ മികച്ചൊരു മിഡ്ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ വളരെ അത്യാവശ്യം മികച്ചൊരു ഡിഫൻസും ഉണ്ട്, നല്ല മികച്ചൊരു ഫോർവേഡും ഉണ്ട്. അവർ പ്രോപ്പറായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രൊയേഷ്യ മറികടന്നിട്ട് റൗണ്ട് ഓഫ് 16 പോർച്ചുഗലിന് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു വലിയ സ്കോർ മാർജിനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു 1-2 ഗോൾ, അല്ലെങ്കിൽ ഒരു എതിരില്ലാത്ത 1 ഗോൾ, അല്ലെങ്കിൽ ഒരു ഗോൾ മാർജിൻ, ആ ഒരു ലെവലിലേക്കുള്ള ഒരു ഗെയിമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് ഷാർ.